നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. സർക്കസ് ക്ലൗൺ എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സർക്കസ് കൂടാരത്തിൻ്റെ വലിയ ടെൻറ്റിനുള്ളിൽ ചിരിയുടെ തിരമാലകൾ പൊങ്ങി. സ്റ്റേജിന് മധ്യേ ചുവന്ന മൂക്കും തിളങ്ങുന്ന കണ്ണഞ്ചിക്കും നിറമുള്ള വസ്ത്രങ്ങളും ധരിച്ച് ഓടിക്കളിക്കുന്ന ക്ലൗൺ രഘു. പെട്ടെന്ന് അവൻ തെന്നി നിലത്ത് വീഴുന്നു. കാലും കൈയും അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി താഴെ കിടക്കുന്നു. ഉടനെ തന്നെ ചാടി എഴുന്നേൽക്കുന്നു. പിന്നെ വലിയ പന്ത് അവൻ്റെ തലയിൽ വീണതായി അവൻ നടിക്കുന്നു. തുടർന്ന് കണ്ണ് തുറിച്ച് തറയിൽ വീഴുന്നു. വലിയ ചെരുപ്പിൽ കുടുങ്ങി അയാൾ വീണ്ടും മറിഞ്ഞ് തലയും കുത്തി വീഴുന്നു. ഇങ്ങനെ ഓരോ കാട്ടായങ്ങൾ കാണിക്കുന്ന ക്ലൗൺ രഘു. കാണികൾ, പ്രത്യേകിച്ച് കുട്ടികൾ, വയറ് ഇറുക്കിപ്പിടിച്ച് ഉറക്കെ കുലുങ്ങി ചിരിക്കുന്നു. മുതിർന്നവരും വായുപൊത്തി കുടുകുടാ ചിരിച്ചു മറിയുന്നു. എന്തിനു പറയുന്നു, സർക്കസ് കൂടാരത്തിൽ ആകെ ചിരിമയം. എന്നാൽ ആ വലിയ ചിരികളുടെ നടുവിൽ ആ പച്ചയായ മനുഷ്യൻ്റെ ഉള്ളിൽ നിശബ്ദമായി കത്തിക്കൊണ്ടിരിക്കുന്ന വേദനകൾ മാത്രം ആരും കണ്ടില്ല. പ്രദർശനം കഴിഞ്ഞാൽ ടെൻറ്റ് ശൂന്യമായി കഴിയും. പിന്നെ ലൈറ്റുകൾ അണയും. ഉച്ചത്തിലുള്ള കയ്യടികളെല്ലാം ഒടുങ്ങും. പതിയെ എല്ലാവരും അവനവനിലേക്ക് തന്നെ മടങ്ങുന്നു. രഘു പതുക്കെ തൻ്റെ ക്ലൗൺ മാസ്ക് എടുത്ത് മാറ്റി. പിന്നെ കണ്ണാടിയിൽ നോക്കി കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. അവിടെ ചിരിയില്ലാത്ത ഒരു മുഖം അവൻ കണ്ടു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ അവൻ്റെ ഭാര്യയും ആകെയുള്ള മകളും മരിച്ചുപോയതാണ്. അന്ന് കഷ്ടിച്ച് അയാൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ പിന്നെ ജീവിതത്തിൽ അയാൾ ഒറ്റപ്പെട്ടുപോയി. ആ ദിവസം മുതൽ അവൻ്റെ ജീവിതം ആകെ തകർന്നുപോയി. സ്വന്തം ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ചിരിയില്ലാതായി. ജീവിക്കാൻ വേണ്ടി പതിയെ ഇറങ്ങി തിരിച്ചപ്പോൾ പക്ഷേ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ അവൻ പഠിച്ചു. സ്വയം ജീവിതത്തിൽ എനിക്ക് സന്തോഷമില്ലെങ്കിലും മറ്റുള്ളവർക്കൊരു നിമിഷം സന്തോഷം കൊടുക്കാം എന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെയാണ് അവൻ സർക്കസിലെ ഒരു ക്ലൗണായി മാറിയത്. ഒരു ദിവസം ആദ്യ ഷോ കഴിഞ്ഞ് രഘു ടെൻറ്റിൻ്റെ പിന്നാമ്പുറത്ത് ക്ഷീണം മാറ്റാനായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വന്നു. അങ്കിൾ, നിങ്ങൾ വളരെ നല്ല ഒരു ക്ലൗണാണ്. എല്ലാവരും സർക്കസ് ഒരുപാട് ആസ്വദിച്ചു. ഇതും പറഞ്ഞ് രഘുവിൻ്റെ കയ്യിൽ പിടിച്ച്. അത് കേട്ട് രഘു പതിയെ ചിരിച്ചു. നിനക്കെൻ്റെ വേഷം ഇഷ്ടമായോ കുഞ്ഞേ എന്ന് തിരിച്ചു ചോദിച്ചു. വളരെ ഇഷ്ടമായി അങ്കിൾ. ഇതും പറഞ്ഞ് ആ പെൺകുട്ടി കുറച്ചു നേരം അവനെ തന്നെ അങ്ങനെ നോക്കി നിന്നു. പിന്നെ അവൾ വളരെ അപ്രതീക്ഷിതമായി ചോദിച്ചു, അങ്കിൾ, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്റ്റേജിൽ മാത്രം ഇത്രയും ചിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത ദുഃഖമാണല്ലോ. രഘു അമ്പരന്നുപോയി. ഇത്രയും വർഷങ്ങളിൽ ആരും തന്നോട് ചോദിക്കാത്ത ഒരു ചോദ്യമാണിത്. അയാൾ മറുപടി പറഞ്ഞില്ല. ഒരു ചെറു പുഞ്ചിരി മാത്രം ആ കുഞ്ഞിന് സമ്മാനിച്ചു. പോകാൻ നേരം പെൺകുട്ടി അയാളോട് പറഞ്ഞു, നാളെ ഞാൻ വീണ്ടും വരാം. അങ്കിൾ ചിരിക്കുന്നത് കാണാൻ ഞാൻ തീർച്ചയായും വരും. പിറ്റേന്ന് സർക്കസ് കഴിഞ്ഞ് അയാൾ ആ കുഞ്ഞിനെ കാണാനായി പുറത്തിറങ്ങി വേഗം വന്നു. പക്ഷേ അന്ന് സർക്കസിന് ആ പെൺകുട്ടി വന്നില്ലായിരുന്നു. രണ്ടാം ദിവസവും അയാൾ ആ കുഞ്ഞിനെ കാത്തിരുന്നു. ആ ദിവസവും അവൾ വന്നില്ല. മൂന്നാം ദിവസവും ഇല്ല. പിന്നെ ആ കുട്ടിയെ അയാൾ കണ്ടതേയില്ല. രഘുവിന് മനസ്സിൽ എന്തോ ഒരു വലിയ ശൂന്യത അനുഭവപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം അവൻ നഗരത്തിലെ ഒരു റോഡിലൂടെ നടക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ മതിലിലും വഴിയിലും ഒട്ടിച്ചിരിക്കുന്നതായി കണ്ടു. കണ്ണീർ പൂക്കൾ എന്ന തലക്കെട്ടോടെയാണ് ആ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അയാൾ പെട്ടെന്ന് നിശ്ചലനായിപ്പോയി. ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് അയാളെ കാണാൻ വന്ന ആ പെൺകുട്ടിയായിരുന്നു. അയാൾ അടുത്ത് ചെന്ന ആ ഫോട്ടോയ്ക്ക് താഴെ എഴുതിയിരിക്കുന്നത് വായിച്ചു. ക്യാൻസർ ബാധിച്ച് ജീവിതത്തോട് പൊരുതി ചികിത്സയിലായിരുന്ന മോനിഷ ലോകത്തോട് വിടവാങ്ങി. കണ്ണീർ പൂക്കളോടെ കുഞ്ഞു മോനിഷയ്ക്ക് ആദരാഞ്ജലികൾ. രഘുവിൻ്റെ കൈകൾ വിറച്ചു. തല കറങ്ങുന്നതുപോലെ തോന്നി. അയാൾ തലയിൽ കൈവച്ച് താഴെ പതുക്കെ ഇരുന്നു. ദുഃഖഭാരത്തോടെ അയാൾ സർക്കസ് കൂടാരത്തിലെ തൻ്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. രഘുവിന് തരാനായി ഒരു കവർ ഒരാൾ കൊണ്ടു തന്നിരുന്നു എന്ന് പറഞ്ഞ് കൂടെയുള്ള ആൾ ഒരു കത്ത് നീട്ടി. അയാളുടെ കുട്ടി തന്നു വിട്ടതാണ് കത്തെന്നാണ് പറഞ്ഞത്. ഇതും പറയാൻ ഏൽപ്പിച്ചിരുന്നു. വളരെ ആകാംക്ഷയോടെ രഘു കത്ത് പൊട്ടിച്ചു വായിച്ചു. അങ്കിൾ, എനിക്ക് ജീവിക്കാൻ അധികം സമയമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് ഒരാളെങ്കിലും ശരിക്കും മനസ്സ് തുറന്ന് ചിരിക്കുന്നത് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് നിങ്ങളായിരിക്കണം അങ്കിൾ.
തുടർന്നും സന്തോഷമായിട്ടിരിക്കണം. സ്നേഹത്തോടെ മോനിഷ. അത് വായിച്ചപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് ഓടിപ്പോയി. സർക്കസ് തുടങ്ങിയപ്പോൾ വേഷങ്ങൾ അണിഞ്ഞ രഘു വീണ്ടും കൂടാരത്തിൽ കയറി. ആ ദിവസം ജീവിതത്തിൽ ആദ്യമായി സർക്കസ് പ്രദർശനത്തിൻ്റെ ഇടയിൽ ക്ലൗൺ രഘുവിന് സ്റ്റേജിൽ നിന്ന് ചിരിക്കാനേ കഴിഞ്ഞില്ല. കാരണം ജീവിതത്തിൽ ആദ്യമായും അവസാനമായുമാണ് ഒരാൾ രഘു എന്ന ക്ലൗണിൻ്റെ ചിരിയുടെ പിന്നാലെ ഒരു മനുഷ്യനെ കണ്ടത്. തുടർന്നും ജീവിതത്തിൽ താൻ ചിരിച്ചുകൊണ്ടിരിക്കണമെന്നും ആ കുഞ്ഞ് ആഗ്രഹിച്ചു. പക്ഷേ ആ കുഞ്ഞു മാലാഖ ഇന്നില്ല. ആ നടുക്കുന്ന ഓർമ്മയിൽ അയാൾ പതറിപ്പോയി. പതിവുള്ള വിഡ്ഢിച്ചിരികൾ ചിരിക്കുന്നതിന് പകരം ടെൻറ്റിനുള്ളിലെ തിങ്ങി നിറഞ്ഞ 1000-ൽ പരം ആളുകളുടെ മുന്നിൽ അയാൾ അന്ന് കണ്ണുനീർ പൊഴിച്ചു. വികൃതമാക്കിയ മുഖത്തു നിന്നുള്ള ആ കരച്ചിൽ പക്ഷേ കൂടുതൽ ഫലം കണ്ടു. ആ ക്ലൗണിൻ്റെ വികൃതമായ ചിരിയിൽ ജനം പഴയതിലും കൂടുതൽ തലതല്ലി ചിരിക്കാൻ തുടങ്ങി. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടണം. ഇനി പുതിയൊരു കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.